ഹായ് ഐ ആം നെഹല. എനിക്കിപ്പോൾ ഒരു 25 വയസ്സുണ്ട്. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിലൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ പുറത്ത് പോയി പഠിക്കണം, പുറത്ത് യാത്ര ചെയ്യണം, എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് തന്നെ പറയാം. അതുവരെ ഇന്ത്യയുടെ മാപ്പിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന മധ്യപ്രദേശ് തൊട്ടിട്ടുള്ള ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത് PG മധ്യപ്രദേശ് ചെയ്തുകൊണ്ടാണ്. ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായി, കുറേ സ്ഥലത്ത് പോകണം എന്നുള്ളതായി, കുറേ സ്ഥലങ്ങൾ കാണണം, കുറേ ആൾക്കാരെ പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇത്തരത്തിലൊരു ആഗ്രഹത്തിൽ കയറിപ്പെട്ടതാണ് ഡ്രൈവിങ്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, കുറേ പഠിച്ചു നോക്കി, കുറേ ആൾക്കാർ ഇങ്ങനെ പഠിപ്പിച്ച് നോക്കി. പിന്നെ ഓരോ ക്ഷമ നശിക്കും, പിന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, എന്നെ കൊണ്ട് ഇനി ഇത് കഴിയൂല, ഡ്രൈവിങ് കഴിയൂല എന്നിട്ട് ഞാൻ പകുതി വെച്ച് നിർത്തി. ഈ ഡ്രൈവിങ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് സ്കൂട്ടറിലായിരുന്നു. കാറിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്കൂട്ടർ എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം, പഠിച്ച് സ്വന്തമായിട്ട് നോട്ടണം. എല്ലാവരും കുറേ ആൾക്കാർ ഞാൻ വില കുറച്ച് കണ്ടിക്കണം, പോലെ മുന്നിലൊക്കെ സ്കൂട്ടർ ഓടി കാണിക്കണം എന്നുള്ള ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അങ്ങനെ ഞാനത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ ഗോ കാർട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഗോ കാർട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോളി, എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് സിമ്പിളാണ്, ഇതിന് ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരൊപ്പം കയറി. അങ്ങനെ ഉണ്ടായൊരു അനുഭവമാണിത്. എനിക്കാണ് ഇന്നേക്കായും സൈസിലൊരു വണ്ടിയാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും ചവിട്ടാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഞാൻ കടന്നിട്ടൊക്കെയാണ് ചവിട്ടി നോക്കിയിരുന്നത്. മാക്സിമം ഞാൻ എന്നെ കൊണ്ട് വളക്കാനും തിരിക്കാനൊക്കെ നോക്കി, പക്ഷേ എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ പോകുന്നതൊക്കെ എല്ലാ ടയറും ഞാൻ ഇടിച്ചിട്ടായിരുന്നു, എല്ലാ അതിരുകളും ഞാൻ പോയി ഇടിച്ചിട്ടു. സംഭവം നല്ല ഫണ്ണായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് മാറി ഇരുന്നാൽ ഇത്ര ഫണ്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു, എന്തായാലും ഡ്രൈവിംഗ് പഠിക്കണം എന്ന്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഓഫ് ഫോർ ദ ബെസ്റ്റ്. ബൈ.